തിരുവനന്തപുരം പോത്തൻകോട് നടക്കുന്ന ശാന്തഗിരി ഫെസ്റ്റ് 10ാം ദിവസത്തിലേക്ക് ന്യൂ ഇയറിനെ വരവേൽക്കാൻ വലിയ ക്രമീകരണങ്ങൾ ഫെസ്റ്റിൽ ഒരുക്കിയിട്ടുണ്ട്. VR ഷോയുടെ ഉദ്ഘാടനം നടന്നു. ഉമേഷ് ബാലകൃഷ്ണൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ശാന്തഗിരി ഫെസ്റ്റ് 10ാം ദിവസത്തിലേക്ക് കിടക്കുകയാണ്. ഇനി ന്യൂ ഇയർ വരവേൽക്കാൻ ശാന്തഗിരി ഫെസ്റ്റും ഒരുങ്ങിക്കഴിഞ്ഞു. എന്തായാലും വിവിധ ഓരോ സർപ്രൈസുകൾ ഈ ഫെസ്റ്റിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. എന്തായാലും ഇന്ന് ഈ VR ഷോയുടെ എല്ലാം ഉദ്ഘാടനമാണ്. എന്താ ഷോ ഉദ്ഘാടനം എല്ലാം കഴിഞ്ഞ് ജനറൽ സെക്രട്ടറി ഗുരു ജ്ഞാനതുളസിയൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? വളരെ വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു. വളരെ പുതുമയുള്ളൊരു എക്സ്പീരിയൻസ് ആണ്. ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് ഞാൻ കയറിയത്. പലപ്പോഴും പല സ്ഥലത്തുമൊക്കെ പോകുന്ന സമയത്ത് പല തിയേറ്ററുകളിലൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ദൃശ്യാനുഭവം ഇവിടെ നമ്മുടെ വിരൽത്തുമ്പിലെത്തിയ സമയത്ത് വളരെ സന്തോഷം തോന്നുന്നു. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കുവാനുള്ള ഒരു സാഹചര്യമായിട്ടാണ് വിർച്വൽ റിയാലിറ്റിയുടെ പുതിയ വെർഷനാണ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. ത്രിമാന സാങ്കേതിക വിദ്യയുടെ അകമ്പടിയോടുകൂടി ഇല്ലാത്തൊരു കാര്യത്തെ ഉള്ളതായി കാണിക്കാനുള്ള കൃത്രിമമായിട്ടുള്ള ഒരു സാങ്കല്പിക ലോകം നമ്മുടെ മുമ്പിൽ ആധുനികമായ സാങ്കേതിക വിദ്യയുടെ സഹായത്താൽ സൃഷ്ടിക്കുന്നതിൽ ഇതിൻ്റെ സംഘാടകരായിട്ടുള്ള ആളുകൾ വിജയിച്ചിരിക്കുന്നു എന്ന് കാണുന്നതിൽ സന്തോഷമുണ്ട്. ഇവിടെ വരുന്ന ആളുകൾക്ക് ഇത് വളരെ വലിയൊരു വ്യത്യസ്തമായ ദൃശ്യാനുഭവമായി മാറുന്നതിൽ യാതൊരു സംശയവുമില്ല. നാളെ ന്യൂ ഇയർ കൂടിയാണല്ലോ. ന്യൂ ഇയർ ആഘോഷിക്കാൻ എന്തെല്ലാമാണ് ഫെസ്റ്റിൽ ഒരുക്കിയിട്ടുള്ളത്? ശാന്തിഗിരി ഈ പ്രാവശ്യം ഒരു പുതുവത്സര സമ്മാനം തന്നെ എല്ലാവർക്കും നൽകുകയാണ്. നാളെ രാത്രി ഏതാണ്ട് 8 മണിയോട് കൂടിയിട്ട് പുതുവത്സര പരിപാടികൾ ആരംഭിക്കും. വിവിധങ്ങളായിട്ടുള്ള കലാ സാംസ്കാരിക നൃത്ത സംഗീത മാസ്മരികമായ ലോകം സൃഷ്ടിക്കുന്ന തരത്തിലാണ് ഈ പുതുവത്സരത്തെ സ്വാഗതം ചെയ്യുന്നത്. ഈ പ്രദേശത്തുള്ള ആളുകൾ മാത്രമല്ല, വിവിധ ജില്ലകളിൽ നിന്നുള്ള ആളുകളും ഇവിടെ എത്തിച്ചേരുമെന്നാണ് പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത്. 2025 തുടങ്ങുമ്പോൾ അതിൻ്റെ സന്ദേശം ലോകമാസകലം കൊടുക്കാനുള്ള പ്രത്യേകമായ എല്ലാ സംവിധാനങ്ങളും ഇതിനോടനുബന്ധിച്ച് ഒരുക്കിയിട്ടുണ്ട്. നാളെ വ്യക്തമാണ്. എന്തായാലും ഈ ഫെസ്റ്റിൻ്റെ വിവിധ സെക്ഷനുകളുണ്ട്. അതിൽ ഏറ്റവും സുപ്രധാനമായ അല്ലെങ്കിൽ ആസ്വാദികരമായ ഒരു ഭാഗമാണ് ഈ VR സ്റ്റുഡിയോ. ഇതോടൊപ്പം തന്നെയാണ് ഇനി റോബോട്ടിക് വേൾഡ്, അത് ഉദ്ഘാടനം ചെയ്യാനുണ്ട്. ഒപ്പം കഴിഞ്ഞ ദിവസം ഈ മഞ്ഞിൻ താഴ്വര അത് ഉദ്ഘാടനം ചെയ്തിരുന്നു. ഇത്തരത്തിൽ എത്തുന്നവർക്ക് വളരെ ആസ്വാദികരമായ വിവിധ അനുഭവങ്ങൾ ഈ ഷോയിൽ ഒളിപ്പിച്ചിട്ടുണ്ട്. കണ്ടാസ്വദിക്കാം, ന്യൂ ഇയർ അവിസ്മരണീയമാക്കാം. അതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഇപ്പോൾ ശാന്തഗിരി ഫെസ്റ്റിൻ്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. വൻ തിരക്കും അനുഭവപ്പെടുന്നുണ്ട്. ഇപ്പോൾ ക്രിസ്മസ് കഴിഞ്ഞെങ്കിലും, ക്രിസ്മസ് അവധി ദിവസങ്ങൾ കഴിഞ്ഞെങ്കിലും തിരക്കിന് ഒരു കുറവും വന്നിട്ടുമില്ല. ഓക്കെ, ഉമേഷ് ബാലകൃഷ്ണനാണ് ശാന്തഗിരി ഫെസ്റ്റിന്റെ അവിടുത്തെ VR ഷോ ഉദ്ഘാടനത്തിന് വിവരങ്ങളടക്കം നൽകിയത്.